ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് തുടരുമെന്ന സൂപ്പർ ഹിറ്റ് ത്രില്ലർ മൂവിയുടെ കഥയാണ്. അപ്പോൾ കഥ കേൾക്കുന്നതിന് മുന്നേ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക. അപ്പോൾ നമുക്കിനി കഥ കേൾക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഉരുൾപൊട്ടലാണ്. അവിടേക്ക് ദുരന്ത നിവാരണ സേനയും ആംബുലൻസും ഒക്കെ വരുന്നത് കാണിക്കുന്നുണ്ട്. വലിയ ഒരു ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായത്. ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ പെട്ടുപോവുകയും മരിക്കുകയും ഒക്കെ ചെയ്തു. രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ചേർന്ന് മണ്ണിനടിയിലും കല്ലിനടിയിലുമൊക്കെ പെട്ടുപോയവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ജീപ്പ് മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്നത് കാണുന്നത്. അതിൻ്റെ ഉള്ളിലുള്ളവരെ അവർ രക്ഷിക്കുന്നു. ജീപ്പിനുള്ളിൽ ഉള്ളവരെ രക്ഷിച്ച ശേഷം ഒരു റെസ്ക്യൂ ഓഫീസർ മാത്രം അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവർ അവിടെ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് റെസ്ക്യൂ ഓഫീസർ ജീപ്പിനുള്ളിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുന്നു. അപ്പോൾ അയാൾ ജീപ്പിന്റെ ഉള്ളിൽ എന്തോ കണ്ട് ഞെട്ടുന്നു. എന്നിട്ട് സാറേ ഇവിടെ ജീപ്പിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മേലുദ്യോഗസ്ഥനെ വിളിക്കുന്നു. അപ്പോൾ എല്ലാവരും വന്ന് ജീപ്പിനുള്ളിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുന്നു. ഇത്രയും കാണിച്ചതിനു ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള ബെൻസ് എന്ന് വിളിക്കുന്ന ഷൺമുഖത്തിനെയാണ്. ബെൻസ് ഒരു ടാക്സി ഡ്രൈവറാണ്. ശബരിമലയിൽ പോകുന്ന സ്വാമിമാരുമായി ബെൻസ് ഒരു ഓട്ടം പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട ബ്ലാക്ക് അംബാസഡർ കാറിലാണ് പോകുന്നത്. ബെൻസിന് തന്റെ കാറ് വളരെ പ്രിയപ്പെട്ടതാണ്. അത് ഓടിക്കാൻ മറ്റാർക്കും കൊടുക്കുകയില്ല. വളരെ സൂക്ഷിച്ചാണ് ബെൻസ് തന്റെ അംബാസഡർ കൊണ്ടു നടക്കുന്നത്. അയാൾക്ക് ആ കാർ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അങ്ങനെ സ്വാമിമാരുമായി ഓട്ടം പോകുന്നതിനിടയിൽ ബെൻസ് അവരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. ബെൻസ് പണ്ട് മദ്രാസിലായിരുന്നു. അവിടെ പളനിസ്വാമി എന്ന ഫൈറ്റ് മാസ്റ്ററുടെ കൂടെ ആയിരുന്നു. അന്ന് ബെൻസ് ഒരുപാട് നായക നടന്മാർക്ക് ഡ്യൂപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബെൻസ് വണ്ടി ഓടിക്കുകയാണ്. പിന്നീട് ബെൻസ് സ്വാമിമാരെയൊക്കെ വിട്ടതിനു ശേഷം ബസ് സ്റ്റാൻഡിന് സമീപം മകനെ കാത്ത് കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ മകൻ പവി അവിടെ വരുന്നു. എന്നിട്ട് മകനുമായി ബെൻസ് വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ബെൻസ് പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന തൻ്റെ അംബാസഡറിനെ മകൻ പവി മലങ്കൾട്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ബെൻസിൻ്റെ ഭാര്യയായിട്ടുള്ള ലളിത മകൻ പവിയുടെ ഫോണിൽ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബെൻസിനോട് ചോദിക്കുന്നു, ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്താണ് കട്ടാക്കിയതെന്ന്. അപ്പോൾ വണ്ടി ഓടിച്ചിരുന്നതിനാലാണെന്ന് ബെൻസ് മറുപടി പറയുന്നു. പിന്നെ മകൾ വീട്ടിൽ വെച്ച് പുതപ്പിനടിയിലിരുന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുന്നെന്ന് ലളിത ബെൻസിനോട് പറയുന്നു. എന്നാൽ ബെൻസ് അത് വളരെ കൂളായിട്ട് തമാശ രൂപത്തിലാണ് ഡീൽ ചെയ്തത്. അങ്ങനെ ബെൻസും മകനും കൂടി വീട്ടിലെത്തി കാർ ഷെഡിലിട്ടിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ലളിത നല്ല ദേഷ്യത്തിലാണ്. പവിയെ കണ്ട ഉടനെ അവരുടെ വളർത്തുനായ പവിയുടെ അടുത്തേക്ക് ഓടി വരുന്നു. അതിനുശേഷം ബെൻസും ലളിതയും മകനും മകളും കൂടി ഒന്നിച്ചിരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുന്നു. അങ്ങനെ കളിചിരികളും തമാശയും ഒക്കെയായി ഒരു കൊച്ചു വീടാണ് അവരുടേത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ബെൻസ് തന്റെ കാറൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. ലളിതയാണെങ്കിൽ അടുക്കളയിൽ ഓരോ ജോലിയിലാണ്. വണ്ടിയൊക്കെ കഴിയ ശേഷം ബെൻസ് പതിവ് പോലെ സ്കൂൾ കുട്ടികളെ വിടാനുള്ള ഓട്ടത്തിന് പോയി. അങ്ങനെ ബെൻസ് കാറിൽ പോകുമ്പോൾ തന്റെ വണ്ടി ശരിയാക്കുന്ന കുട്ടിച്ചന്റെ വർക്ക്ഷോപ്പിലെ മെക്കാനിക് ആയിട്ടുള്ള മണിയൻ എന്ന പയ്യനെ വഴിയിൽ വെച്ച് കാണുന്നു. പിന്നീട് ബെൻസ് ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന തന്റെ സുഹൃത്തുക്കൾക്ക് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന അരവണ പായസമൊക്കെ കൊടുക്കുന്നു. പിന്നീട് ബെൻസ് കുട്ടിച്ചന്റെ വർക്ക്ഷോപ്പിൽ ചെന്ന് കുട്ടിച്ചനും അരവണ കൊടുക്കുന്നു. അവിടെ വെച്ച് വീണ്ടും മണിയനെ കാണുന്നു. മണിയനുമായി ചെറിയ സൗഹൃദ സംഭാഷണമൊക്കെ നടത്തുന്നു. പിന്നീട് കാണിക്കുന്നത് ലളിത നടത്തുന്ന പവിത്രം ഫ്ലവർ മിൽ എന്ന സ്ഥാപനമാണ്. അത് വീടിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത്. അവിടെ ലളിതയെ കൂടാതെ വേറെയും ജോലിക്കാരൊക്കെ ഉണ്ട്. കൂടാതെ പവി വീട്ടിലുള്ളത് കൊണ്ട് അവനും ഫ്ലവർ മില്ലിലെ ജോലികളിൽ അമ്മയെ സഹായിക്കുന്നുണ്ട്. അവിടെയുള്ള സാധനങ്ങൾ ചാക്കിൽ കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് പവിത്രം ഫ്ലവർ മിൽ എന്ന് എഴുതിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഫ്ലവർ മില്ലിലെ സാധനങ്ങൾ ബെൻസിൻ്റെ കാറിൽ ഡിക്കിയിലിട്ട് കൊണ്ടുപോകാൻ നേരം ലളിത പറയുന്നുണ്ട് സാധനം കൊടുത്തിട്ട് തൻ്റെ ചാക്കെല്ലാം തിരികെ കൊണ്ടുവരണമെന്ന്. പിന്നീട് അങ്ങനെ കളിയും ചിരിയുമൊക്കെ ആയിട്ട് ആ കുടുംബം അങ്ങനെ സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബെൻസിന് ചെന്നൈയിൽ നിന്നൊരു കോൾ വരുന്നു. ബെൻസിന്റെ ഗുരുവായിട്ടുള്ള പളനി മാസ്റ്ററാണ് വിളിച്ചത്. കൂടെ ബെൻസിന്റെ പഴയകാല സുഹൃത്തായിട്ടുള്ള അൻപും ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ബെൻസ് ഫോൺ വിളിക്കാത്തതിലുള്ള പരിഭവം പളനി മാസ്റ്റർ പറയുന്നു. കൂടാതെ ബെൻസിനെ ഒന്ന് കാണണമെന്നും മാസ്റ്റർ പറയുന്നു. മാസ്റ്ററിനെ കാണാൻ എത്രയും വേഗം ചെല്ലാമെന്ന് ബെൻസ് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. പിന്നീട് പവിയുടെ കുറച്ച് കൂട്ടുകാർ വരുന്നുണ്ട്. അതിൽ പവിയുടെ ഒരു കൂട്ടുകാരനായിട്ടുള്ള കിരണിന് ബെൻസിന്റെ അംബാസഡർ കാർ ഒരുപാട് ഇഷ്ടമാകുന്നു. അങ്ങനെ പവിയെയും ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് ബെൻസ് വീട്ടിൽ വരുന്നു. പിന്നീട് പവിക്കും ഫ്രണ്ട്സിനും എല്ലാം കൂടി വീട്ടിൽ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നു. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെൻസും ബെൻസിന്റെ ഒരു കൂട്ടുകാരനും കൂടി കൂട്ടുകാരന്റെ ബൈക്കിൽ ബിവറേജിൽ പോകുന്നു. അങ്ങനെ അവർ ബിവറേജിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ബെൻസിന്റെ കാർ റോഡിൽ കൂടി പോകുന്നത് കാണുന്നു. അത് കണ്ട ബെൻസ് വെപ്രാളം പിടിച്ച് ബൈക്കുമെടുത്ത് കാറിന്റെ പുറകെ വെച്ച് പിടിക്കുന്നു. കാർ ഓടിക്കുന്നത് പവിയുടെ കൂട്ടുകാരൻ കിരൺ ആയിരുന്നു. കൂടെ പവിയും കൂട്ടുകാരും ഉണ്ടായിരുന്നു.
കിരൺ ബെൻസിന്റെ അംബാസഡർ ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതുപോലെയുള്ള വേറെയും കാറുകൾ താൻ ഓടിച്ചിട്ടുണ്ടെന്ന് പവിയോട് പറഞ്ഞിട്ടാണ് കിരൺ കാർ ഓടിക്കാൻ എടുത്തത്. എന്നാൽ കിരണിന് കാർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനോ കാർ നിർത്താനോ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവർ കാർ റോഡരികിലുള്ള ഒരു മയിൽക്കുറ്റിയിൽ ഇടിച്ച് നിർത്തുന്നു. അപ്പോൾ അവിടെ എത്തുന്ന ബെൻസ് പവിയുടെ കരണത്തിട്ട് ഒറ്റ അടി കൊടുക്കുന്നു. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ബെൻസ് അടിച്ചത് പവിക്ക് വലിയ സങ്കടമാകുന്നു. കൂടാതെ മയിൽക്കുറ്റിയിൽ ചെന്ന് ഇടിച്ചതിൽ നിന്ന് കാറിന്റെ ബമ്പറൊക്കെ ഇളകുകയും പാർക്ക് ലൈറ്റൊക്കെ പൊട്ടുകയും ചെയ്യുന്നു. അങ്ങനെ കുട്ടിച്ചന്റെ വർക്ക്ഷോപ്പിൽ ബെൻസ് വണ്ടി പണിയാൻ കൊടുക്കുന്നു. എന്നാൽ ഇപ്പോഴുള്ള വേറൊരു പ്രശ്നം, ബെൻസ് അടിച്ചതിന്റെ പിണക്കത്തിന് പവി ബെൻസ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ബെൻസ് അതിന്റെ വിഷമത്തിലാണ്. അപ്പോൾ ബെൻസിന്റെ സുഹൃത്ത് ഷാജി ബെൻസിനെ ആശ്വസിപ്പിക്കുന്നു. ഷാജി പറയുന്നു, ബെൻസ് നീ അത് വിട്, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, നീ ഒന്നുകൂടി അവനെ വിളിക്കാൻ പറയുന്നു. അങ്ങനെ ബെൻസ് വീണ്ടും പവിയെ വിളിക്കുന്നു. എന്നാൽ പവി കോൾ എടുക്കുന്നില്ല. പവി ഇപ്പോൾ ഉള്ളത് കോളേജ് ഹോസ്റ്റലിലാണ്. ബെൻസിന്റെ കോളുകൾ പവി കാണുന്നുണ്ടെങ്കിലും പവി അത് എടുക്കുന്നില്ല. പിന്നീട് ബെൻസ് പവിക്ക് വാട്സാപ്പിൽ സോറി പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു. അത് പവി കേൾക്കുന്നു. എന്നാൽ അപ്പോഴും റിപ്ലൈ കൊടുക്കുന്നില്ല. സമയം രാത്രിയായി. ബെൻസ് ഇപ്പോഴും കുട്ടിച്ചന്റെ വർക്ക്ഷോപ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബെൻസിന് പഴനി മാസ്റ്ററിന്റെ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നു. ബെൻസ് കോൾ എടുക്കുമ്പോൾ അൻപാണ് സംസാരിക്കുന്നത്. അപ്പോൾ അൻപ് കരഞ്ഞുകൊണ്ട് പറയുന്നു മാസ്റ്റർ മരിച്ചുപോയെന്ന്. അത് കേട്ട ബെൻസിന് അത് താങ്ങാൻ കഴിയുന്നില്ല. ബെൻസിന് അത് വലിയ വിഷമമായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ ബെൻസ് ചെന്നൈയിലേക്ക് പോവുകയാണ്. ബെൻസിന്റെ കാർ വർക്ക്ഷോപ്പിലായതിനാൽ ഷാജിയുടെ കാറിൽ ബെൻസിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നു. അങ്ങനെ ചെന്നൈയിലെത്തി മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ബെൻസ് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴിയിൽ ട്രെയിനിലിരുന്ന് പഴനി മാസ്റ്ററെ ഓർത്ത് ബെൻസ് കരയുന്നുണ്ട്. പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടിച്ചൻ ബൈക്കിൽ ബെൻസിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പോകുന്ന വഴിയിൽ ബെൻസ് കുട്ടിച്ചനോട് നമ്മുടെ കാറിന്റെ ലൈറ്റ് കിട്ടിയോ എന്ന് ചോദിക്കുന്നു. എന്നാൽ കുട്ടിച്ചൻ അതിന് ഉത്തരം പറയാതെ വിഷയം മാറ്റി സംസാരിക്കുന്നു. അങ്ങനെ കുട്ടിച്ചൻ ബൈക്ക് ഓടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ബെൻസ് പറയുന്നുണ്ട്, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നു. അപ്പോൾ കുട്ടിച്ചൻ പറയുന്നു, ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന്. എന്നാൽ ബെൻസ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ബെൻസിന്റെ മറ്റു സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ ബെൻസ് ഷാജിയെ കാണുന്നു. ഷാജിയോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ബെൻസ് അവിടെ പോലീസുകാർ പിടിച്ചിട്ടിരിക്കുന്ന തന്റെ അംബാസഡർ കാർ കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ അകത്തെ സീനാണ്. അവിടെ ബെന്നി എന്ന പോലീസുകാരൻ നടന്നു വരുന്നത് കാണിക്കുന്നു. ബെന്നി ആ സ്റ്റേഷനിലെ ഒരു SI ആണ്. ബെന്നിയുടെ മുഖത്ത് എന്തോ അടി കിട്ടി ചതഞ്ഞതുപോലെ ഒരു പാട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്ന് ബെന്നിയോട് ചോദിക്കുന്നുണ്ട്, സാർ നമ്മുടെ സുധീഷിന്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ പിരിവ് കിട്ടിയില്ല എന്ന്. അപ്പോൾ തരാടോ എന്ന് പറഞ്ഞിട്ട് ബെന്നി ആ പോലീസുകാരനെ രൂക്ഷമായിട്ട് ഒന്ന് നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് SI ബെന്നിയുടെ ക്യാബിനാണ്. അവിടെ നമ്മുടെ കുട്ടിച്ചനും ഷാജിയും ഇരിക്കുന്നുണ്ട്. പോലീസുകാർ അവിടെ പിടിച്ചിട്ടിരിക്കുന്ന ബെൻസിന്റെ കാർ വിട്ടുതരാൻ വേണ്ടി ചോദിക്കാൻ വന്നതാണ് അവർ. ബെൻസിന്റെ കാർ അവിടെ പിടിച്ചിടാൻ കാരണം കുട്ടിച്ചന്റെ വർക്ക്ഷോപ്പിലുള്ള മണിയൻ ബെൻസിന്റെ കാറുമായി പോകുമ്പോൾ അതിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. അപ്പോൾ ഷാജി SI ബെന്നിയോട് പറയുന്നു, സാർ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ ബെന്നി തന്റെ കയ്യിലുള്ള കർച്ചീഫ് കൊണ്ട് മുഖത്തുള്ള ചതവിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ലെവൻ എൻ്റെ കർണമടിച്ച് പൊട്ടിച്ചിട്ടാണ് ഇറങ്ങി ഓടിയത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ വിചാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് കുട്ടിച്ചനോട് ബെന്നി ചോദിക്കുന്നു, തൻ്റെ വർക്ക്ഷോപ്പിലല്ലേടോ ആ കൊച്ചു കഴിവേറി പണിക്ക് നിന്നത്? അപ്പോൾ കുട്ടിച്ചൻ പറയുന്നു, പണി പഠിക്കാൻ വന്നതാണ് സാറേ. അപ്പോൾ ബെന്നി പറയുന്നു, ഇതാണോ പണി? കഞ്ചാവാണ്, കടത്തിയവനും കടത്താൻ കൂട്ടുനിന്നവനും ഒക്കെ പെടും. അപ്പോൾ പുറകിൽ നിന്നിരുന്ന ബെൻസ് പറയുന്നു, അത് എൻ്റെ വണ്ടിയാണ് സാർ. ബെന്നി അപ്പോൾ ബെൻസിനോട് ചോദിക്കുന്നു, നീ ഏതാടാ? ഞാൻ ഷൺമുഖം ആണെന്ന് ബെൻസ് മറുപടി പറയുന്നു. അപ്പോൾ ബെൻസിനോട് SI ബെന്നി ചോദിക്കുന്നു, നിന്റെ ടാക്സി പെർമിറ്റ് എവിടെടാ? ആ ആക്രി വണ്ടിക്ക് ആരാടാ ടാക്സി പെർമിറ്റ് തന്നത്? എന്നിട്ട് കുട്ടിച്ചനോട് ചോദിക്കുന്നു, ആ വേട്ടാവളിയനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ മണിയനെ പറ്റിയുള്ള ക്രൈം റെക്കോർഡ്സിന്റെ ഒരു പ്രിന്റ് എടുത്ത് അവിടെയുള്ള സുധീഷ് എന്ന പോലീസുകാരൻ ബെന്നിയുടെ കയ്യിൽ കൊടുക്കുന്നു. അതിൽ മണിയന്റെ ഫോട്ടോ സഹിതമുണ്ട്. ആ ഒരു പേപ്പർ കാണിച്ചുകൊണ്ട് SI ബെന്നി അവരോട് പറയുന്നു, ഈ തൊലിച്ചു നിൽക്കുന്നവനെ കണ്ടോ? കോട്ടയത്തും തിരുവല്ലയിലുമായിട്ട് 8-10 കഞ്ചാവ് കേസുണ്ട് ഇവന്റെ പേരിൽ. അപ്പോൾ ബെൻസ് പറയുന്നു, സാറേ പെറ്റി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അടയ്ക്കാം. എന്നാൽ ബെന്നി വേണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിൾ സുധീഷിനോട് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സുധീഷ് പറയുന്നു, സാറേ പെങ്ങടെ കല്യാണമാണ്, ലീവിന്റെ കാര്യം. അപ്പോൾ ബെന്നി പറയുന്നു, പെങ്ങടെ കല്യാണമല്ലേ, തലേന്ന് പോയാൽ മതിയെന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ബെൻസ് SI ബെന്നിയോട് പറയുന്നു, സാറേ CI സാറിനോട് വേണേൽ ഞാൻ സംസാരിക്കാം. അപ്പോൾ ബെന്നി പറയുന്നു, അപ്പുറത്ത് കിടക്കുന്ന ആക്രി പിടിച്ചത് ഞാനാണ്. CI ഇല്ലാത്തപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. എല്ലാവരും പോയെന്ന് പറയുന്നു. ബെൻസ് വീണ്ടും എന്തോ പറയാൻ വന്നെങ്കിലും ഷാജി തടയുന്നു. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബെൻസ് കുട്ടിച്ചനോട് ദേഷ്യപ്പെടുന്നു. എന്നോട് ഈ പണി കാണിച്ചത് ശരിയായില്ല എന്ന് പറയുന്നു. അപ്പോൾ കുട്ടിച്ചൻ പറയുന്നു, അവൻ പാർക്ക് ലൈറ്റ് മാറ്റാൻ കൊണ്ടുപോയതാണ്, ഈ പണി കാണിക്കുമെന്ന് ഞാൻ ഓർത്തില്ല എന്ന് പറയുന്നു. പിന്നീട് ബെൻസ് വെളിയിൽ ചെന്ന് കാറിന്റെ അടുത്ത് ചെന്ന് അത് നോക്കി നിൽക്കുന്നു.
അങ്ങനെ അന്ന് രാത്രിയായി. അപ്പോഴും ബെൻസും കുട്ടിച്ചനും പോലീസ് സ്റ്റേഷന്റെ വാതുക്കൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടിച്ചൻ പറയുന്നു, എന്നാലും എൻ്റെ ബെൻസേ, അവൻ നമ്മളോട് ഇത് ചെയ്തല്ലോ. അങ്ങനെ അവർ വിഷമിച്ച് നിൽക്കുമ്പോൾ ഷാജി വന്നിട്ട് പറയുന്നു, മണിയൻ വീട്ടിലുണ്ട് തിരുവല്ലയിൽ, നമുക്ക് പോയി അവനെ പൊക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി മണിയന്റെ വീട് തപ്പി പോകുന്നു. അങ്ങനെ മണിയന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ അവിടെ ഇല്ല. അപ്പോൾ മണിയന്റെ അച്ഛൻ ഇറങ്ങി വന്നിട്ട് ആ നാറിയുടെ പേരും പറഞ്ഞ് ഒറ്റ ഒരുത്തനും ഈ മുറ്റത്ത് കയറിപ്പോകരുതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അങ്ങനെ വീണ്ടും അവർ തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. പിന്നീട് വണ്ടി വിട്ടുതരാൻ വേണ്ടി ഒന്ന് രണ്ട് രാഷ്ട്രീയക്കാരെയൊക്കെ കൊണ്ടുവന്ന് SI ബെന്നിയോട് സംസാരിക്കുന്നു. എന്നാൽ അവർ പറഞ്ഞിട്ടും വണ്ടി വിട്ടുകൊടുക്കില്ലെന്ന് ബെന്നി കട്ടായം പറയുന്നു. അപ്പോൾ അവിടെ സംസാരിക്കാൻ വേണ്ടി വന്ന ലാലി എന്ന ഒരു രാഷ്ട്രീയക്കാരൻ അയാൾ വേറെ ഒരു കോൺസ്റ്റബിളിനോട് ഇത് ഇങ്ങനെ വല്ല കേസാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നു, ഇത് അയാൾക്ക് ഇടി കിട്ടിയതിൻ്റെയാണ്, ആകെ 500 ഗ്രാമേ ഉള്ളൂ, എന്തെങ്കിലും കൊടുത്ത് ഒതുക്കിയാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ ആ രാഷ്ട്രീയക്കാരൻ വന്നിട്ട് കുട്ടിച്ചനോട് പറയുന്നു, ഇത് കുറച്ച് കാശ് കൊടുത്താൽ ഒതുക്കാവുന്നതേ ഉള്ളെന്ന് പറയുന്നു. ആകെ 500 ഗ്രാം കഞ്ചാവേ ഉള്ളൂ. 850 ഗ്രാമിൽ താഴെയാണെങ്കിൽ വണ്ടി പിടിച്ചു വെക്കാൻ പോലീസിന് ഒരു അധികാരവുമില്ല. അതുകൊണ്ട് കുറച്ച് കാശ് കൊടുത്താൽ വണ്ടി കിട്ടുമെന്ന് പറയുന്നു. എന്നാൽ അവർ കൈക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും SI ബെന്നി വണ്ടി വിട്ടു തരില്ല എന്ന് തീർത്ത് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ബെന്നി നോക്കുമ്പോൾ ബെൻസ് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന തൻ്റെ കാറ് കഴുകുന്നു. ഇത് കണ്ട ബെന്നിക്ക് ദേഷ്യം വരുന്നു. ബെന്നി ഓടിച്ചെന്ന് ബെൻസിനോട് പറയുന്നു, നീ എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്? ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ലാതെ നിന്റെ അച്ചുവീടല്ല. ഈ കിടക്കുന്നത് തൊണ്ടിയാണ്. എന്നാൽ ബെൻസും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. എന്ത് തൊണ്ടിയാണ് സാറേ, കാശുകാരോടാണെങ്കിൽ നിങ്ങളിത് ചെയ്യില്ല, ഞങ്ങൾക്കും ജീവിക്കണ്ടേ സാറേ. അങ്ങനെ ബെൻസും ബെന്നിയും തമ്മിൽ നല്ല വഴക്കാകുന്നു. എല്ലാവരും കൂടി അവരെ പിടിച്ചു മാറ്റുന്നു. പിന്നീട് കാണിക്കുന്നത് ബെൻസിന്റെ വീടാണ്. ബെൻസ് ഇപ്പോൾ വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഭാര്യ ലളിത പറയുന്നു, നിങ്ങളല്ലാതെ ആരെങ്കിലും ആ മണിയനെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബെൻസ് ലളിതയോട് മോൻ വിളിച്ചോ, അവൻ എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ലളിത പറഞ്ഞു, വിളിച്ചു, കാറിന്റെ കാര്യം തിരക്കിയെന്ന് പറയുന്നു. കാറിന്റെ കാര്യം ഓർത്തിട്ട് ബെൻസിന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ബെൻസ് ആ രാത്രിയിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബെൻസ് ഒരു പോലീസുകാരനോട് എൻ്റെ കാറിന്റെ കാര്യം സാറൊന്ന് ബെന്നി സാറിനോട് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നു, താൻ ജോർജ് സാറിനെ കണ്ടാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ ബെൻസ് ജോർജ് സാറിന്റെ ക്യാബിനിൽ ചെല്ലുന്നു. അപ്പോൾ ജോർജ് സാർ എന്താണ് കാര്യമെന്ന് തിരക്കുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, ഞാൻ എൻ്റെ വണ്ടി ഇറക്കാൻ വന്നതാണെന്ന്. അപ്പോൾ ജോർജ് സാർ ബെൻസിനോട് ആദ്യം പേരെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, എൻ്റെ ശരിക്കും പേര് ഷൺമുഖം എന്നാണ്, എല്ലാവരും എന്നെ ബെൻസ് എന്ന് വിളിക്കും. അതിനുശേഷം ജോർജ് സാർ ബെൻസിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് കേസ് എന്താണെന്ന് തിരക്കുന്നു. അപ്പോൾ ബെൻസ് കാര്യം പറയുന്നു. എന്നിട്ട് പറയുന്നു, 10-20 വർഷമായിട്ട് ഞാൻ മക്കളെ നോക്കുന്നത് പോലെ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. ആ ചെറുക്കൻ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാറേ. വണ്ടിയില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല സാറേ എന്നും പറയുന്നു. അപ്പോൾ ജോർജ് സാർ പറയുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല, എന്തിനാണ് ഇവിടെ വണ്ടി പിടിച്ചിട്ടിരിക്കുന്നത്? ആരാണ് വണ്ടി പിടിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, ബെന്നി സാറാണ് വണ്ടി പിടിച്ചതെന്ന് പറയുന്നു. അങ്ങനെ ജോർജ് സാർ ശ്യാം എന്ന കോൺസ്റ്റബിളിനോട് ഇത് കമ്പ്യൂട്ടറിൽ കയറിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ഇത് കയറാനും മാത്രം ഒന്നുമില്ല സാറേ എന്ന് മറുപടി പറയുന്നു. എന്നിട്ട് ജോർജ് സാർ ബെന്നിയോട് പറയുന്നു, എന്തുവാടോ ഇത്, താൻ തന്നെ ആ വണ്ടി യാർഡിൽ നിന്ന് എടുത്ത് ഇട്ടുകൊടുക്കാൻ പറയുന്നു. അപ്പോൾ ബെൻസിന് വലിയ സന്തോഷമാകുന്നു. അങ്ങനെ SI ബെന്നി വണ്ടി എടുക്കാൻ പോലീസ് സ്റ്റേഷന്റെ പുറകിലുള്ള യാർഡിലേക്ക് പോകുന്നു. പുറകെ ബെൻസും ചെല്ലുന്നു. എന്നിട്ട് ബെന്നി വണ്ടിയെടുത്ത് സ്റ്റേഷന്റെ വാതിൽക്കൽ കൊണ്ടുവരുന്നു. അപ്പോൾ ബെൻസ് ബെന്നിയോട് മണിയന്റെ കാര്യം എന്തായി സാറേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബെന്നി ദേഷ്യത്തിൽ പറയുന്നു, അവനെ കിട്ടിയോ കൊന്നോ കുഴിച്ചു മൂടിയോ എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ബെൻസ് താക്കോൽ ചോദിക്കുമ്പോൾ ബെന്നി താക്കോൽ കൊടുക്കുന്നില്ല. എന്നിട്ട് ജോർജ് സാറിനോട് ബെന്നി പറയുന്നു, സാറേ വണ്ടി കൊടുക്കാൻ പറ്റത്തില്ല, രാവിലെ ഇവൻ ഇവിടെ കിടന്ന് പട്ടിഷോ കാണിച്ചതാണ്. എന്നാൽ ജോർജ് സാർ ബെന്നിയെ വഴക്ക് പറഞ്ഞിട്ട് താക്കോൽ വാങ്ങി ബെൻസിന് കൊടുക്കുന്നു. എന്നിട്ട് നീ വണ്ടി എടുത്തോണ്ട് പൊക്കോ എന്ന് പറയുന്നു. അങ്ങനെ ബെൻസ് താക്കോലും വാങ്ങി വണ്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ബെൻസിന് ലളിതയുടെ ഒരു കോൾ വരുന്നു. അപ്പോൾ ബെൻസ് ലളിതയോട് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ജോർജ് സാറിനോട് ബെന്നി എന്തോ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജോർജ് സാർ ബെൻസിനെ വിളിച്ചിട്ട് ഒരു ഓട്ടം വരാമോ എന്ന് ചോദിക്കുന്നു. ഇവിടെ എരുമേലിക്കടുത്ത് സുധീഷ് എന്ന കോൺസ്റ്റബിളിന്റെ പെങ്ങളുടെ കല്യാണമാണ്, ഞങ്ങളെ അവിടെ ഒന്ന് കൊണ്ടുവിടാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, അതിനെന്താ, വരാം, ഓടാനല്ലേ വണ്ടിയെന്ന് പറയുന്നു. എന്നിട്ട് ജോർജ് സാറും ബെന്നിയും കൂടി ബെൻസിന്റെ കാറിൽ ഓട്ടം പോകുന്നു. അങ്ങനെ 3 പേരും കൂടി പോകുന്ന വഴിയിൽ ജോർജ് സാർ ബെൻസിനോട് നിനക്ക് എങ്ങനെയാണ് ഈ ബെൻസ് എന്ന പേര് കിട്ടിയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, അതെന്റെ ഈ വണ്ടിപ്രാന്ത് കാരണം ആളുകൾ വിളിക്കുന്നതാണ്. SSLC ബുക്കിൽ എൻ്റെ പേര് ഷൺമുഖം എന്നാണെന്ന് പറയുന്നു.
അപ്പോൾ ബെൻസ് ജോർജ് സാറിനോട് സാറിന്റെ ഫാമിലിയെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ ജോർജ് സാർ പറയുന്നു, എൻ്റെ ഭാര്യ മരിച്ചിട്ട് 5 വർഷം കഴിയുന്നു. ഒരു മകളാണ് ഉള്ളത്, മേരി. നിനക്കോ എന്ന് ബെൻസിനോട് ചോദിക്കുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, എനിക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളുമാണെന്ന് പറയുന്നു. അങ്ങനെ അവർ കല്യാണ വീട്ടിലെത്തുന്നു. ബെൻസിന് പരിചയമില്ലാത്തതിനാൽ ബെൻസ് വെളിയിൽ തന്നെ നിൽക്കുകയാണ്. ജോർജ് സാറും ബെന്നിയും അകത്തുപോയി വെള്ളമടിയും ഒക്കെയായി എൻജോയ് ചെയ്യുകയാണ്. ഇടയ്ക്ക് ബെൻസ് ജോർജ് സാറിനോട് സമയം ഒരുപാടായില്ലേ, നമുക്ക് പോകാമെന്ന് പറയുന്നെങ്കിലും അവർ വരുന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് ബെൻസ് അവിടെ ഒരു കസേരയിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. കുറേ നേരം കഴിയുമ്പോൾ ബെന്നി വന്ന് ബെൻസിനെ വിളിച്ചുണർത്തിയിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോൾ ജോർജ് സാറും ബെന്നിയും കൂടി പറയുന്നു, റാന്നിക്കല്ല പോകേണ്ടത്, ഇവിടെ സുധീഷിന്റെ കസിന്റെ ഒരു തോട്ടമുണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം, അവിടെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറയുന്നു. പാഞ്ചാലിമേടിനടുത്ത് പുരക്കയം എന്ന സ്ഥലത്താണ് പോകേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, സാറേ അത് ഒരുപാട് ദൂരെയാണ്. അപ്പോൾ ബെന്നി പറയുന്നു, അത് ഇവിടെ എരുമേലിയിൽ നിന്ന് അടുത്താണെന്ന് പറയുന്നു. എന്നാൽ തനിക്ക് രാവിലെ പിള്ളേരുടെ ഓട്ടമുള്ളതാണെന്ന് പറഞ്ഞ് ബെൻസ് പോകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ നിർബന്ധിച്ച് ബെൻസിനെ കൊണ്ടുപോകുന്നു. പോകാൻ നേരം അവരുടെ കൂടെ സുധീഷും വരുന്നു. സുധീഷിന്റെ കയ്യിൽ കുറച്ച് മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ കാറിലിരുന്ന് കുടിക്കാനുള്ള പരിപാടിയാണ് ഇതെന്ന് മനസ്സിലാക്കിയ ബെൻസ് മദ്യം ഡിക്കിയിൽ വെക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല. അങ്ങനെ അവർ യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ ബെൻസ് തന്റെ കാര്യങ്ങൾ ജോർജ് സാറിനോട് പറയുന്നു. താൻ പണ്ടൊരു ഫൈറ്റർ ആയിരുന്നെന്നും പഴനി മാസ്റ്ററുടെ കൂടെ ആയിരുന്നു ജോലി ചെയ്തിരുന്നതെന്നും പറയുന്നു. അപ്പോൾ ജോർജ് സാർ ചോദിക്കുന്നു, പിന്നെ നീ എന്തിനാണ് ഈ വണ്ടി ഓടിച്ച് നടക്കുന്നതെന്ന്. അപ്പോൾ ബെൻസ് പറയുന്നു, പണ്ട് അവർ ഒരു തമിഴ് സിനിമയുടെ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടാകുന്നുവെന്നും ആ ആക്സിഡന്റിൽ ബെൻസിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ബെൻസിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മരണപ്പെടുകയും അത് വലിയ കേസാവുകയും യൂണിയനിലൊക്കെ അറിഞ്ഞ് വലിയ പ്രശ്നമാവുകയും പഴനി മാസ്റ്റർക്ക് ജോലി നിർത്തേണ്ടി വരികയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ടു. അപ്പോൾ മാസ്റ്റർ കൊടുത്ത കാറാണ് ബെൻസിന്റെ കയ്യിലുള്ള ആ അംബാസഡർ. കുറെ ചെന്നപ്പോൾ വണ്ടിയുടെ റേഡിയേറ്റർ തണുപ്പിക്കുന്നതിന് ഇടയ്ക്ക് കുറച്ചു നേരം നിർത്തിയിടുന്നു. വീണ്ടും യാത്ര തുടങ്ങാൻ നേരം മലയുടെ മുകളിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നത് ജോർജ് സാർ കാണുന്നു. അപ്പോൾ സുധീഷിനോട് എന്തുവാണ് അതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മലയിൽ വല്ല ഉത്സവമായിരിക്കുമെന്ന് സുധീഷ് പറയുന്നു. അപ്പോൾ വേറെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. എന്താണെന്ന് വെച്ചാൽ വണ്ടി അവിടെ നിന്ന് അങ്ങോട്ട് ബെന്നിക്ക് ഓടിക്കണമെന്ന് പറയുന്നു. ബെന്നി പ്രശ്നമുണ്ടാക്കുന്നു. എന്നാൽ ജോർജ് സാർ ബെന്നിയെ വഴക്ക് പറഞ്ഞിട്ട് ബെൻസിനോട് വണ്ടി എടുക്കാൻ പറയുന്നു. അങ്ങനെ അവർ മലയുടെ മുകളിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ്. അങ്ങനെ കുറെ ചെന്നപ്പോൾ വളരെ മോശം വഴിയായതിനാൽ ബെൻസ് ഈ വഴി പോകാൻ പറ്റില്ല, റിസ്ക് ആണെന്ന് പറയുന്നു. എന്നാൽ അവർ വീണ്ടും ബെൻസിനെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്തോറും വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. കല്ലും പാറയും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെയാണ് പോകുന്നത്. ഇടയ്ക്ക് ഒരു അരുവിയിൽ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറെ കൂടി ചെന്നപ്പോൾ ബെൻസ് ഇനി പോകാൻ പറ്റത്തില്ല എന്ന് കട്ടായം പറയുന്നു. നിങ്ങൾ വേണേൽ ഒരു ജീപ്പ് പിടിച്ചു പൊക്കൂ, അല്ലെങ്കിൽ നടന്നു പോകാനാണെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് ബെൻസ് പറയുന്നു. അപ്പോൾ ബെന്നി പറയുന്നു, നീ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്, ഇനി ഞാൻ പറയുന്നിടത്തെ ഈ വണ്ടി നിർത്തൂ എന്ന് ബെന്നി പറയുന്നു. അപ്പോൾ ബെൻസ് ബെന്നിയോട് പറയുന്നു, സാറേ ഉടക്കാനാണെങ്കിൽ ഞാനും ഉടക്കും, ഇത് പറ്റത്തില്ല, കുറെ നേരമായി സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് ബെൻസ് പറയുന്നു. എന്നിട്ട് ജോർജ് സാറിനോട്, ജോർജ് സാറേ സാറിന് അറിയാമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ജോർജ് സാർ പറയുന്നു, എടാ ബെൻസെ, നമ്മുടെ സുധീഷിൻ്റെ പെങ്ങളുടെ കല്യാണമല്ലേടാ നാളെ, നീ ആ വീട്ടുകാരെയൊക്കെ കണ്ടതല്ലേ, അച്ഛൻ അമ്മ വല്യമ്മ പാവങ്ങളാടാ. ഇവന് ജോലി കിട്ടിയപ്പോഴാണ് ആ കുടുംബം തന്നെ ഒന്ന് നിവർന്നു നിന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ കല്യാണം അവർക്ക് എത്ര വലുതാണെന്ന്. നമ്മളവിടെ ചെന്ന സമയം തൊട്ട് ഈ സുധീഷിന് കുറേ കോളും വിളിയുമൊക്കെ. അന്വേഷിച്ച് ചെന്നപ്പോൾ ഈ പെൺകൊച്ചിന് ഒരു അഫെയർ, ഒരു ചെറുക്കനുമായിട്ട് പഠിക്കുന്ന കാലം തൊട്ട് ഉള്ളതാണെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും കല്യാണമൊക്കെ ആയി വന്നപ്പോൾ അവൻ കുടുംബത്ത് കയറി വന്ന് ഭീഷണി, കല്യാണം മുടക്കുമെന്ന്. കല്യാണ വീട്ടിൽ നിന്ന് സംസാരിച്ച് അവനെ ഞങ്ങൾ റബ്ബർ ഷെഡിലോട്ട് കയറ്റി. ചെറുക്കൻ കുറച്ച് വിളവാണ്. അവൻ്റെ കയ്യിൽ ഈ പെങ്കൊച്ചിൻ്റെ കുറച്ച് തുണ്ടുപടങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അവനെ പിടിച്ച് പോലീസ് മുറിയിൽ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ സുധീഷിൻ്റെ അച്ഛൻ വന്നൊരു കയ്യബദ്ധം കാണിക്കുന്നത്. നമ്മുടെ മുന്നിൽ വന്ന് ഈ സുധീഷ് അച്ഛന് വേണ്ടി സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് കെഞ്ചിയാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടേ? പോലീസുകാരനല്ലേ പോലീസുകാരൻ്റെ കൂടെ നിൽക്കേണ്ടത്. നിന്നെ അറിയിക്കാതെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ അറിയും, ഈ വണ്ടി നിന്നെ അറിയിക്കും. ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി, ഒന്ന് കണ്ണടച്ചാൽ മതിയടാ. ഈ വണ്ടിയുടെ ഡിക്കിയിൽ ആ കഴിവേറിയുടെ ശവമുണ്ട്. ജോർജ് സാർ അത്രയും പറഞ്ഞിട്ട് ഒരു ചിരി ചിരിക്കുന്നു. പെട്ടെന്ന് ബെൻസ് ജോർജ് സാറിൻ്റെ കുത്തിന് കയറി പിടിച്ചിട്ട്, ഡാ ഒരുമാതിരി മറ്റേടത്തെ വർത്തമാനം പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറയുന്നു. എന്നാൽ ജോർജ് സാർ കുത്തിന് പിടിച്ചിരുന്ന ബെൻസിൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് വിരൽ പിടിച്ച് തിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാനൊന്ന് പറയട്ടടാ, ഒരു സഹായം. എന്നാൽ അപ്പോൾ പെട്ടെന്ന് കാറിൻ്റെ താക്കോൽ ഊരിയെടുത്തുകൊണ്ട് ബെൻസ് കാറിന് വെളിയിൽ ഇറങ്ങുന്നു. അത് കണ്ട ബെന്നിയും പെട്ടെന്ന് വെളിയിലിറങ്ങി ബെൻസിനെ കയറി പിടിക്കുന്നു. എന്നാൽ ബെൻസ് ബെന്നിയെ തള്ളി മാറ്റിയിട്ട് കാറിൻ്റെ ഡിക്കിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ഡിക്കി തുറക്കാൻ നോക്കുന്നെങ്കിലും തുറക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ ജോർജ് സാറും അവിടേക്ക് വരുന്നു. എന്നിട്ട് ബെൻസിനോട് ജോർജ് സാർ പറയുന്നു, എടഞ്ഞാൽ ഇപ്പോൾ ഈ കാട്ടിൽ ഒരു ശവം കൂടി വീഴും. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ, നിന്നെയും കൊല്ലും എന്ന് പറഞ്ഞിട്ട് ബെന്നിയോട് വണ്ടി എടുക്കാൻ പറയുന്നു. അവിടെ നിന്നങ്ങോട്ട് ബെന്നിയാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ച് കുറേ ദൂരെ ഒരു കാട്ടുപ്രദേശത്ത് കൊണ്ടുചെന്ന് കാർ നിർത്തുന്നു. എന്നിട്ട് കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് ചാക്കിൽ കെട്ടിയ ആ ശവം ബെന്നിയും സുധീഷും ജോർജ് സാറും കൂടി എടുത്ത് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം ബെൻസ് കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് ബെൻസ് പേടിച്ച് അവരെ ഒന്ന് നോക്കുമ്പോൾ അവർ കൊണ്ടുപോകുന്ന ചാക്കുകെട്ടിൽ നിന്ന് ആ ഡെഡ് ബോഡിയുടെ കാല് പുറത്തേക്ക് കാണുന്നു. അങ്ങനെ ശവം കൊണ്ട് കളഞ്ഞതിന് ശേഷം അവർ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ ജോർജ് സാർ ബെൻസിന്റെ പോക്കറ്റിൽ കുറച്ച് കാശ് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ കാറിൽ പോകുന്ന വഴിയിൽ മുകളിലുള്ള അമ്പലത്തിലോട്ടുള്ള എഴുന്നള്ളത്തും കുറച്ച് കലാരൂപങ്ങളും ആളുകളുമൊക്കെ വരുന്നു. അവർ ഒരുപാട് കുങ്കുമവും പൂവുമൊക്കെ വാരി വിതറിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ബെൻസിന്റെ കാറിന്റെ മുകളിലെല്ലാം കുങ്കുമവും അഴുക്കുമൊക്കെ ആകുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നേരം വെളുത്ത് തന്റെ കാറിന്റെ സ്റ്റിയറിംഗിൽ തല വെച്ചുകൊണ്ട് കണ്ണടച്ചിരിക്കുന്ന ബെൻസിനെയാണ്. തന്റെ വീടിന്റെ വാതുക്കൽ തന്നെയാണ് ബെൻസിന്റെ കാർ കിടക്കുന്നത്. ബെൻസ് അപ്പോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. അവരുടെ വളർത്തുനായ കാറിന് ചുറ്റും കിടന്ന് കുരയ്ക്കുന്നുണ്ട്. വാതുക്കൽ ഒരു ചൂലുമായി ലളിത നിൽക്കുന്നു. ബെൻസ് കാർ പതുക്കെ മുന്നോട്ടെടുക്കുന്നു. എന്നാൽ അവിടെ നിന്ന് ലളിതയെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ലളിതയ്ക്ക് തോന്നുന്നു, ഇതെന്താണ് ഒന്നും പറയാതെ പോയത്, ബെൻസ് സാധാരണ അങ്ങനെ അല്ലല്ലോ. ബെൻസ് അപ്പോൾ കാറിൽ നിന്നിറങ്ങി വീടിന്റെ തിണ്ണയിലിരിക്കുന്നു. അപ്പോൾ ലളിത ബെൻസിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഈ കാർ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്നലെ രാത്രിയിൽ നിങ്ങൾ എവിടെ പോയതാണ്? അപ്പോൾ ബെൻസ് പറയുന്നു, പെട്ടെന്നൊരു ഓട്ടം വന്നു, അങ്ങനെ പോയതാണെന്ന് പറയുന്നു. എന്നിട്ട് തന്റെ തല വെട്ടിപ്പൊളിക്കുന്നു. കടുപ്പത്തിൽ ഒരു ചായ തരാൻ പറയുന്നു. അപ്പോഴാണ് അവിടുത്തെ പട്ടി കാറിന് ചുറ്റും കിടന്ന് കുരയ്ക്കുന്നത് ബെൻസ് കാണുന്നത്. എന്നിട്ട് പട്ടി കാറിന്റെ ഡിക്കിയുടെ അടുത്തേക്ക് പോയി നിന്ന് കുരയ്ക്കുന്നു. അപ്പോൾ ബെൻസ് അവിടേക്ക് വന്നിട്ട് കാറിന്റെ ഡിക്കി തുറക്കുന്നു. ഡിക്കി തുറന്നു നോക്കിയപ്പോൾ അതിൽ ചോര കാണുന്നു. കൂടാതെ അതിൽ നിന്നൊരു പേഴ്സ് കിട്ടുന്നു. ബെൻസ് ആ പേഴ്സ് കയ്യിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ലളിത ചായയും കൊണ്ട് വരുന്നു. പെട്ടെന്ന് ബെൻസ് പേഴ്സ് ദൂരേക്ക് കളഞ്ഞിട്ട് ഡിക്കിയും അടയ്ക്കുന്നു. എന്നിട്ട് ലളിതയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിയിട്ട് കാറിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പോൾ ലളിത അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, എങ്ങോട്ടാ പോകുന്നത്? ഈ കണ്ണിരിക്കുന്നത് കണ്ടോ? ഒന്ന് പോയി കുളിക്ക്. ഇനിയിപ്പോൾ എങ്ങോട്ടും പോകണ്ട, കുറച്ചു നേരം കിടന്നുറങ്ങാൻ പറയുന്നു. എന്നിട്ട് ബെൻസ് പോയി കുളിച്ചിട്ട് കുട്ടികളെയും കൊണ്ട് ഓട്ടം പോകുന്നു. ഓട്ടം പോകുമ്പോൾ ഒരു കുട്ടി കാറിന്റെ ഉള്ളിൽ എന്താണ് ഒരു ചീത്ത മണം എന്ന് ചോദിക്കുന്നു. അതേസമയം ബെൻസിന്റെ ഫോണിലേക്ക് SI ബെന്നി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ബെൻസ് ഫോൺ എടുക്കുന്നില്ല. പിന്നീട് ബെൻസ് കാറ് ഒരു പുഴയുടെ അരികിൽ കൊണ്ടുചെന്നിട്ട് കഴുകുന്നു. എന്നിട്ട് കാറിലൊക്കെ പെർഫ്യൂം അടിക്കുന്നു. അപ്പോഴും SI ബെന്നിയുടെ കാൾ വരുന്നുണ്ട്. എന്നാൽ ബെൻസ് എടുക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ CCTV വെക്കുകയാണ്. അവിടെ ജോർജ് സാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോർജ് സാർ നോക്കുമ്പോൾ ക്യാബിന്റെ ഉള്ളിൽ ബെൻസ് നിൽക്കുന്നു. അപ്പോൾ ജോർജ് സാർ ചിരിച്ചുകൊണ്ട് ബെൻസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ വളരെ കൂളായിട്ടാണ് ജോർജ് സാർ പെരുമാറുന്നത്. നീ എന്താണ് വിളിച്ചാൽ എടുക്കാത്തതെന്ന് ബെൻസിനോട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ കേട്ടില്ലായിരുന്നുവെന്ന് ബെൻസ് മറുപടി പറയുന്നു. അപ്പോൾ ജോർജ് സാർ ചോദിക്കുന്നു, കേൾക്കാത്തതാണോ കേട്ടില്ല എന്ന് നടിക്കാൻ തീരുമാനിച്ചതാണോ എന്ന്. എന്നിട്ട് പറയുന്നു, റാന്നി പെരുന്നാട് CIനെയാണ് നീ ഗൗനിക്കാത്തതെന്ന് പറയുന്നു. അപ്പോൾ SI ബെന്നിയും ആ ക്യാബിനിലേക്ക് കയറി വരുന്നു. അപ്പോൾ ജോർജ് സാർ ബെന്നിയോട് അവിടെയുള്ള ജനലിന്റെ ഗ്ലാസ് അങ്ങ് അടയ്ക്കാൻ പറയുന്നു. അവര് സംസാരിക്കുന്നത് പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് അത്. അപ്പോൾ ബെന്നി ചോദിക്കുന്നു, ഇവനെന്താ സാറേ ഫോൺ വിളിച്ചാൽ എടുക്കാൻ ഒരു കനം? അപ്പോൾ ജോർജ് സാർ, എന്ത് കനം? അവനിപ്പോൾ നമ്മളുടെ ആളല്ലേ? അപ്പോൾ ബെൻസ് പറയുന്നു, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേര് സാറേ. അപ്പോൾ ജോർജ് സാർ, എടാ എൻ്റെ വഴി നിന്റെ വഴി അങ്ങനൊന്നുമില്ല, നമ്മുടെ വഴി. പക്ഷെ ആ വഴിയിലോട്ട് മൂന്നാമതൊരാൾ നമ്മുടെ അനുവാദമില്ലാതെ കയറി വന്നാൽ അറിയാലോ നിനക്ക്, ഞങ്ങളെ കത്തിച്ചു കളയും കുടുംബത്തോടെ. എന്നിട്ടൊരു പേടിപ്പെടുത്തുന്ന ചിരി ചിരിച്ചിട്ട് ബെൻസ് ചെല്ലെന്ന് പറയുന്നു. അവിടെ നിന്നിറങ്ങിയ ബെൻസ് വെളിയിൽ വന്ന് തന്റെ കാറിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് SI ബെന്നി അടുത്ത് വന്നിട്ട്, ഇത് ഭീഷണിയൊന്നുമല്ല, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്, വണ്ടി എടുത്തോണ്ട് പോടാ എന്ന് പറയുന്നു. അങ്ങനെ ബെൻസ് വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ മണിയന്റെ അച്ഛനും അമ്മയും കൂടി നടന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നത് കാണുന്നു. മണിയനെ കാണാനില്ലാത്തതിന്റെ പരാതി കൊടുക്കാൻ വന്നതാണ് അവർ. എന്നാൽ അവരെ കണ്ടത് മുതൽ ബെൻസിന്റെ മനസ്സിൽ മണിയനെ പറ്റിയുള്ള ചില ചിന്തകൾ കടന്നു വരുന്നു. ബെന്നിയോട് മണിയനെ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം കൂടാതെ മണിയന്റെ മുഖം ഒക്കെ ബെൻസിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഇനി മണിയനെ എങ്ങാണമായിരിക്കുമോ അവർ കൊന്നത്? അങ്ങനെ വീട്ടിൽ ചെന്ന് ബെൻസ് ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ലളിത വന്നിട്ട് മോനെ വിളിച്ച് ഫോണിൽ സംസാരിച്ച് അച്ഛനും മോനുമായിട്ടുള്ള വഴക്കൊന്ന് തീർക്കാൻ പറയുന്നു. മാത്രമല്ല നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് എന്താണ് എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ലളിത ഓരോന്ന് പറയുമ്പോൾ ബെൻസ് പെട്ടെന്ന് ലളിതയോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് നീയും കൂടി തുടങ്ങല്ലേ ഇങ്ങനെയെന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. ബെൻസിന്റെ ആ ഒരു അവസ്ഥ കണ്ട ലളിത ബെൻസിന്റെ അടുത്ത് പോയിരുന്ന് ബെൻസിനെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് പറ്റി നിങ്ങൾക്ക്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ എന്ന് പറയുന്നു.
എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ രാവിലെ ഇട്ട ഷർട്ട് നിങ്ങൾ തന്നെ കഴുകിയല്ലേ? അതെന്തിനാണ് കഴുകിയത്? ചോര വല്ലതും പറ്റിയോ ബെൻസേ എന്ന് ചോദിക്കുന്നു. എന്തോ കറയുണ്ട്, ഞാൻ കുറെ നോക്കിയെന്ന് ലളിത പറയുന്നു. അപ്പോൾ കറയാകുമെന്ന് പറഞ്ഞ് ബെൻസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ബാത്റൂമിൽ കയറി കതകടച്ച് നിൽക്കുന്നു. അപ്പോഴും ബെൻസിന്റെ മനസ്സിൽ ജോർജ് സാറും ബെന്നിയും പറഞ്ഞ ഓരോ വാക്കുകൾ പേടിപ്പെടുത്തുന്ന രീതിയിൽ കടന്നു വരുന്നുണ്ട്. പിന്നീട് ബെൻസ് പോയി ആ ഷർട്ട് എടുത്ത് കത്തിച്ചു കളയുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. പിന്നീട് കാണിക്കുന്നത് പവിയുടെ ഹോസ്റ്റലിൽ പവിയെ തിരക്കാൻ ചെന്ന ബെൻസിനെയാണ്. അപ്പോൾ ഹോസ്റ്റലിലുള്ളവർ പറയുന്നു, പവി 2 ദിവസം മുൻപ് ഒരു ഹോസ്പിറ്റൽ കേസ് എന്നും പറഞ്ഞ് പോയെന്ന് പറയുന്നു. അങ്ങനെ പവിയെ കാണാനില്ല എന്ന പരാതിയുമായി ബെൻസ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അപ്പോൾ ജോർജ് സാർ പറയുന്നു, ഇപ്പോഴത്തെ പിള്ളേർ ഓരോ പൊടിയൊക്കെ വലിച്ചു കയറ്റി ബോധമില്ലാതെ അവിടെയും ഇവിടെയും പോയി കിടക്കും. ബോധം തെളിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ്. ഞങ്ങൾ ഇതൊക്കെ എത്ര കാണുന്നതാണ് ബെൻസേ. നീ മഴ നനഞ്ഞ് നടക്കാതെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ല്. എന്നിട്ട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, ശ്യാമിനെ പോയി കണ്ട് ഒരു പരാതി എഴുതി കൊടുക്ക്. എടാ, ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ നീ ഞങ്ങളുടെ കൂടെ നിന്നതല്ലേ? നിനക്കൊരു ആവശ്യം വന്നാൽ പോലീസ് നിന്റെ കൂടെ ഉണ്ടടാ. പിന്നീട് ബെൻസ് ശ്യാം സാറിനെ കണ്ട് പരാതി എഴുതി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷന്റെ വെളിയിലിറങ്ങി കാറിൽ കയറി പോകാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പൾസർ ബൈക്ക് ബെൻസ് കാണുന്നു. അത് പവിയുടെ ബൈക്ക് ആണെന്ന് ബെൻസിന് തോന്നുന്നു. അപ്പോൾ ബെൻസിന്റെ നോട്ടം കണ്ടപ്പോൾ SI ബെന്നി എന്താണെന്ന് ബെൻസിനോട് ചോദിക്കുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, സാറേ അത് എൻ്റെ മോൻ്റെ ബൈക്ക് പോലെ തോന്നുന്നു എന്ന്. അപ്പോൾ ബെന്നി പറയുന്നു, അതൊക്കെ 2-3 മാസമായിട്ട് ഈ യാർഡിൽ കിടക്കുന്ന ബൈക്കുകളാണ്. നീ വിട്ടോ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കാമെന്ന് പറയുന്നു. ബെൻസ് അവിടെ നിന്ന് കാർ ഓടിച്ചു പോകുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ. അങ്ങനെ ബെൻസ് വീട്ടിലെത്തുന്നു. അപ്പോഴും മഴ ശക്തിയായി പെയ്യുകയാണ്. വീട്ടിലെത്തിയ ബെൻസ് ഡിക്കിയിൽ നിന്ന് കിട്ടിയ പേഴ്സ് വലിച്ചെറിഞ്ഞത് തപ്പിപ്പോകുന്നു. അങ്ങനെ ബെൻസിന് ആ പേഴ്സ് കിട്ടുന്നു. ബെൻസ് പേഴ്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ പവിയുടെ ഫോട്ടോ. അത് പവിയുടെ പേഴ്സ് ആയിരുന്നു. അത് കണ്ട ബെൻസ് ഞെട്ടിപ്പോകുന്നു. ബെൻസിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തൻ്റെ മകൻ പവിയെ ആയിരുന്നു അവർ കൊന്നതെന്ന് ബെൻസിന് മനസ്സിലാകുന്നു. ബെൻസ് ആ പേഴ്സുമായി ബാത്റൂമിൽ കയറി നെഞ്ചുപൊട്ടി കരയുകയാണ്. ബെൻസിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബെൻസിന്റെ മനസ്സിൽ പവിയെപ്പറ്റിയുള്ള ഓർമ്മകൾ കടന്നു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജോർജ് സാർ ബെന്നിയോട് പറയുകയാണ്, അവൻ്റെ കാര്യം നോക്കിയും കണ്ടും ചെയ്യണമെന്ന് പറഞ്ഞതല്ലേടാ. അപ്പോൾ ബെന്നി, സാറേ യാർഡിൽ നിന്ന് ആ ബൈക്ക് ഞാനങ്ങ് എടുത്തു മാറ്റിയാലോ? അപ്പോൾ ജോർജ് സാർ, നമ്മളെ പുണ്യാളൻ്റെ പാമ്പ് വിഴുങ്ങില്ലേടാ. പിന്നീട് കാണിക്കുന്നത് സുധീഷിൻ്റെ വീടാണ്. സുധീഷ് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് സുധീഷിൻ്റെ അച്ഛൻ വന്നിട്ട് പറയുന്നു, നിന്നെ ആരോ വിളിക്കുന്നു എന്ന്. അങ്ങനെ സുധീഷ് വെളിയിൽ വന്ന് നോക്കുമ്പോൾ മഴ നനഞ്ഞുകൊണ്ട് ഒരാൾ ഒരു അംബാസഡർ കാറിൻ്റെ മുന്നിൽ നിൽക്കുന്നു. അത് ബെൻസ് ആണെന്ന് മനസ്സിലായ സുധീഷ്, എന്താണ് ബെൻസെ ഈ സമയത്ത് മഴയത്ത് വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, സാറെങ്കിലും എന്നോട് സത്യം പറ, സാറുമാരൊക്കെ കൂടി ആരെയാണ് കൊന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സുധീഷ് പറയുന്നു, എനിക്കൊന്നും അറിയില്ല, നിന്നെ വിളിച്ച സാറുമാരോട് ചോദിച്ചാൽ മതിയെന്ന് പറയുന്നു. അപ്പോൾ ബെൻസ് കുറച്ചുകൂടി ദേഷ്യത്തിൽ, സത്യം പറയടാ, നീയൊക്കെ കൂടി ആരെയാണ് കൊന്നതെന്ന് ചോദിക്കുന്നു. ബെൻസിന്റെ ഭാവം കണ്ട് പേടിച്ച സുധീഷ്, താൻ അനാവശ്യം പറയല്ലേ, താൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഉരുൾപൊട്ടലാണ്. ഉരുൾപൊട്ടി മലയിടിഞ്ഞു വരുന്നത് കണ്ട് കുറച്ചുപേർ ഒരു ജീപ്പിൽ വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ആ ഉരുൾപൊട്ടലിൽ ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ പെട്ടുപോവുകയും മരിക്കുകയും ചെയ്യുന്നു. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ ജീപ്പിൽ നിന്നുള്ള ആളുകളെ രക്ഷിച്ചു കഴിഞ്ഞ് ആ റെസ്ക്യൂ ഓഫീസർ ജീപ്പിനുള്ളിൽ എന്തോ കണ്ട് ഞെട്ടുന്നു. അത് വേറെ ഒന്നും ആയിരുന്നില്ല, ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു അഴുകിയ ശവശരീരമായിരുന്നു. 18-നും 23-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് അതെന്നും ഏകദേശം 4 ദിവസത്തോളം പഴക്കമുണ്ടെന്നുമുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ കാണിക്കാൻ തുടങ്ങി. അത് അവർ കൊണ്ടിട്ട ചാക്കുകെട്ടാണെന്ന് മനസ്സിലാക്കിയ ജോർജ് സാർ വെപ്രാളം പിടിച്ച് ബെന്നിയുടെ വീട്ടിൽ ചെല്ലുന്നു. ബെന്നി ആകെ ടെൻഷൻ അടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ബെന്നി ജോർജ് സാറിനോട് ചോദിക്കുന്നു, നിങ്ങളല്ലേ പറഞ്ഞത് അവിടെ കൊണ്ട് കുഴിച്ചിട്ടാൽ പൊന്തൂല്ലാന്ന്, കൈയും കാലും വിറച്ചിട്ട് പാടില്ല സാറേ എന്ന് പറയുന്നു. അപ്പോൾ ജോർജ് സാർ പറയുന്നു, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നത് വരെയുള്ളൂ നമുക്ക് സമയം, ഒന്ന് മുങ്ങേണ്ടി വരുമെന്ന് പറയുന്നു. പിന്നീട് ജോർജ് സാർ സുധീഷിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്, എന്നാൽ കിട്ടുന്നില്ല. പിന്നീട് SI ബെന്നി സുധീഷിനെ തിരക്കി സുധീഷിന്റെ വീട്ടിൽ ചെല്ലുന്നുവെങ്കിലും സുധീഷ് അവിടെ ഇല്ലായിരുന്നു. അതിനിടയ്ക്ക് ചാക്കുകെട്ടിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയതായി കാണിക്കുന്നുണ്ട്. സുധീഷിനെ തിരക്കി പോയിട്ട് വരുന്ന വഴിയിൽ SI ബെന്നി കുട്ടിച്ചന്റെ വർക്ക്ഷോപ്പിൽ കയറുന്നു. അപ്പോൾ കുട്ടിച്ചൻ പറയുന്നു, സാറേ മണിയൻ വന്നായിരുന്നു, ഞാൻ അകത്തോട്ട് കയറ്റിയില്ല എന്ന് പറയുന്നു. എന്നാൽ ബെന്നി അതിന് ഒരു മറുപടിയും പറയാതെ വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു TV-യിൽ ചാക്കിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡിയെ പറ്റിയുള്ള വാർത്ത കാണിക്കുന്നു. അതിൽ പറയുന്നത് മൃതദേഹം കിട്ടിയ ചാക്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള യൂണിഫോം
ഹോമിനെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ബെന്നി ജോർജ് സാറിനോട് പറയുന്നു, ഇന്നലെ രാത്രി സുധീഷിന്റെ വീട്ടിൽ ആരാണ്ട് വന്ന് അവനെ ഇറക്കിക്കൊണ്ടുപോയി എന്നാണ് അവന്റെ അച്ഛൻ പറയുന്നത്. സുധീഷിന്റെ അച്ഛൻ പറഞ്ഞത് പ്രകാരം അത് ബെൻസ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ബെൻസിനും സുധീഷിനും എന്താണ് ഇടപാട്? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവർ എവിടെ പോയി ഇരിക്കുക? അപ്പോൾ ജോർജ് സാർ ചോദിക്കുന്നു, ബെൻസിന്റെ മകൻ മിസ്സിംഗ് ആണെന്ന കാര്യം വീട്ടുകാർക്ക് അറിയില്ലേ? അപ്പോൾ ബെന്നി പറയുന്നു, അവൻ ഹോസ്റ്റലിലാണെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് ജോർജ് സാറിനെ വിളിച്ചിട്ട് പറയുന്നു, വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, സംഗതി കൺഫേം ആണ്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, നമ്മുടെ മിസ്സിംഗ് കേസിലേക്ക് തന്നെയാണ് ലീഡെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ജോർജ് സാർ ബെൻസിന്റെ വീട്ടിലേക്ക് വരുന്നതാണ്. നല്ല മഴ അപ്പോഴും പെയ്യുന്നുണ്ട്. ജോർജ് സാർ ബെൻസിന്റെ വീട്ടിൽ വരുമ്പോൾ അവിടെ കുട്ടിച്ചനും ഷാജിയും ഒക്കെ ഉണ്ട്. ജോർജ് സാർ വാതുക്കൽ വന്നിട്ട് അവിടെ നിന്ന് കുട്ടിച്ചനോട്, ബെൻസ് എവിടെ പോയി ചേട്ടാ, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ കുട്ടിച്ചൻ, എന്താ സാറേ, എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലളിതയും മകളും വാതുക്കലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ലളിതയോട് പറയുന്നു, ഞാൻ ജോർജ് സാർ, ഇവിടുത്തെ ഇൻസ്പെക്ടറാണ്, ഇവിടുത്തെ ബെൻസിന്റെ ഒരു പരിചയക്കാരനാണ്. അപ്പോൾ ലളിത പറയുന്നു, ബെൻസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാറേ, ഈ മഴയത്ത് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ജോർജ് സാർ പറയുന്നു, എത്ര നേരം മഴയത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കും? എന്നിട്ട് കുട്ടിച്ചനോട്, ചേട്ടാ ഇങ്ങോട്ട് വന്നേ ചേട്ടാ എന്ന് പറയുന്നു. അപ്പോൾ ലളിത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോർജ് സാർ കുട്ടിച്ചനുമായി അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ചേട്ടാ ബെൻസും ഇവിടുത്തെ ചെക്കനും തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ? ഈ പുരക്കയത്തെ ഉരുൾപൊട്ടലിൽ 2 ദിവസം പഴക്കമുള്ള ഒരു ഡെഡ് ബോഡി കിട്ടി. ഇവിടുത്തെ കാണാതെ പോയ ചെക്കൻ്റെ ആണെന്നാണ് പോലീസുകാർ പറയുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഈ വീട്ടിലെ ആരെങ്കിലും വന്ന് ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ബെൻസിനെ ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. കുറെ മറക്കാനുണ്ടല്ലോ അവന്. ആരാണ് തെറ്റ് ആരാണ് ശരിയെന്നൊന്നും നമുക്കറിയില്ലല്ലോ എൻ്റെ പൊന്നു ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ജോർജ് സാർ പോകുന്നു. അപ്പോൾ കുട്ടിച്ചൻ നിന്ന് കരയുന്നു. എന്നിട്ട് ലളിതയോടും എല്ലാവരോടും കാര്യം പറയുന്നു. അവരെല്ലാം കൂടി അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ അവരുടെ കരച്ചിൽ കണ്ട് ജീപ്പിനകത്തിരുന്ന് ഒരു സൈക്കോപാത്തിനെ പോലെ ജോർജ് സാർ ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് തമിഴ്നാട്ടിലെ കമ്പമാണ്. അവിടെ ഒരു ലോഡ്ജ് മുറിയിൽ സുധീഷിനെ തട്ടിക്കൊണ്ടുവന്ന് ബെൻസ് കെട്ടിയിട്ടിരിക്കുകയാണ്. പിന്നീട് ബെൻസിനെ കാണിക്കുന്നു. ബെൻസ് വെളിയിൽ കാറിലിരിക്കുകയാണ്. അതിനുശേഷം ബെൻസ് നടന്ന് ലോഡ്ജ് മുറിയിലേക്ക് വരുന്നു. കയ്യിൽ ഒരു കവറുമുണ്ട്. മുറിയിൽ കയറി വാതിലടച്ചിട്ട് സുധീഷിനോട് പറയുന്നു, മഴ നനഞ്ഞ് തളർന്നിട്ടുണ്ടാവും നിന്റെ സാറുമാരിപ്പോൾ. എൻ്റെ മോൻ എവിടെ? അവനൊന്നും പറ്റിയിട്ടില്ലെന്ന് എന്നോട് പറയുന്നു പറഞ്ഞിട്ട് കൊണ്ടുവന്ന കവറിൽ നിന്ന് ഒരു സ്പാനർ എടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ മഴ തോരും മുമ്പേ എനിക്കെൻ്റെ മോനെ അവൻ്റെ അമ്മയുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്തണം. എന്നിട്ട് സുധീഷിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറയടാ എന്ന് പറയുന്നു. അപ്പോൾ സുധീഷ് പറയുന്നു, എനിക്കൊന്നും അറിയില്ല, സത്യം അവിടുത്തെ കാടിലെ വഴിയൊക്കെ അറിയാമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. വണ്ടിയിൽ കയറിക്കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെയാണ് ബോഡിയുടെ കാര്യം ഞാനും അറിഞ്ഞത്. അത് കഴിഞ്ഞാണ് എൻ്റെ അച്ഛനെയും പെങ്ങളെയും വെച്ച് ഓരോ കള്ളക്കഥകൾ പറയാൻ തുടങ്ങിയത്. ബോഡി ആരുടെ ആണെന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കെന്ന് പറയുന്നു. അപ്പോൾ ബെൻസിന് സുധീഷ് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിൽ തോന്നുന്നു. കാരണം ബെൻസിന്റെ വണ്ടി വിട്ടുകൊടുക്കാൻ ജോർജ് സാർ പറഞ്ഞിട്ട് യാർഡിൽ നിന്ന് ബെന്നി കാർ എടുത്ത് പോലീസ് സ്റ്റേഷന്റെ വാതുക്കൽ കൊണ്ടുവന്നിട്ട് ബെൻസ് താക്കോൽ ചോദിക്കുമ്പോൾ വീണ്ടും വണ്ടി തരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോർജ് സാറിനോട്, സാറേ വണ്ടി വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഇവൻ ഇവിടെ കിടന്ന് പട്ടി ഷോ കാണിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജോർജ് സാർ വീണ്ടും ബെന്നിയുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി ബെൻസിന് കൊടുക്കുകയും ബെൻസ് താക്കോലുമായി പോകുമ്പോൾ ലളിതയുടെ ഫോൺ വരികയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബെന്നി ജോർജ് സാറിനോട് പറയുന്നുണ്ട്, 4 ആൾ കൂടുമ്പോഴുള്ള ഈ ഓവർ സ്മാർട്ട് കളി നിങ്ങൾക്ക് ദോഷമാണ്. ആ വണ്ടിക്കകത്ത് തൊലയാനായിട്ട് എന്ന് പറയുന്നു. അപ്പോഴാണ് ജോർജ് സാർ ഓട്ടം പോകാമോ എന്ന് ചോദിച്ച് വിളിക്കുന്നത്. ആ കാര്യം ബെൻസ് മനസ്സിൽ ഓർക്കുന്നുണ്ട്. എങ്കിലും സുധീഷിനെ വിശ്വസിക്കാൻ ബെൻസിന്റെ മാനസികാവസ്ഥ തയ്യാറാകുന്നില്ല. എന്നിട്ട് ബെൻസ്, നിന്നെയൊക്കെ ഒരിക്കൽ വിശ്വസിച്ചവനല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിന്റെ ഒരു കൈ പിടിച്ച് അതിലൊരു വിരല് സ്പാനറിൽ വെച്ച് മുറുക്കിയിട്ട് ഓടിക്കുന്നു. സുധീഷ് കിടന്ന് അണ്ണാക്ക് വെച്ച് കരയുകയാണ്. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ബെൻസിന്റെ ഫോൺ കാണിക്കുന്നത്. അതിൽ ജോർജ് സാറിന്റെ കോൾ കണക്ട് ആയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ബെൻസ് ഇവിടെ സുധീഷിനോട് ചെയ്തതെല്ലാം ജോർജ് സാർ കേൾക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. സുധീഷിന്റെ അലർച്ച ജോർജ് സാറിന് കേൾക്കാം. എന്നിട്ട് ബെൻസ് ജോർജ് സാറിനോട് പറയുന്നു, കമ്പത്തേക്ക് അധികം ദൂരമില്ല ജോർജ് സാറേ, എൻ്റെ മോനെവിടടാ, നീയൊക്കെ കൂടി അവനെ എന്താടാ ചെയ്തത്? അപ്പോൾ ജോർജ് സാർ പറയുന്നു, ബെൻസെ എടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നിന്റെ മോൻ സേഫാണ്. ഞാനിപ്പോൾ നിന്റെ വീട്ടിൽ പോയിരുന്നു, ഭാര്യനെ മോളെയെല്ലാം ഞാൻ കണ്ടു ബെൻസെ, നിന്റെ മോൻ സേഫാണെന്ന് പറയുന്നു, ഒന്ന് കേൾക്ക് ബെൻസെ എന്ന് പറയുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, ഇനി ഞാൻ പറയും നീയൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ജോർജ് സാറിനെയാണ്. ജോർജ് സാർ കമ്പത്തെ ലോഡ്ജിലേക്ക് വരികയാണ്. അവിടെ ബെൻസിന്റെ റൂം നോക്കി വരുന്ന സമയത്ത് സ്റ്റേഷനിൽ നിന്ന് SI ബെന്നിയുടെ കോൾ ജോർജ് സാറിന് വരുന്നു. ബെന്നി പറയുന്നു, സാറേ നിങ്ങൾ എവിടെയാ? ഇവിടെ നിറച്ച് ആളും ബഹളവും ഒക്കെയാണ്, കൈയും കാലും വിറച്ചിട്ട് പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ജോർജ് സാർ പറയുന്നു, ഞാൻ പറയുന്നത് പോലെ ചെയ്യ് ബെന്നി, ഇല്ലേൽ അവന്റെ അടുത്ത ഇര നീയാടാ, വീഴാതെ സൂക്ഷിച്ചോ നീ മരണം വരെ എന്ന് പറഞ്ഞിട്ട് ജോർജ് സാർ ഫോൺ വെക്കുന്നു. അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിന് പുറത്ത് ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. ഷാജിയും
ബെന്നിയും കുട്ടിച്ചനും എല്ലാവരും ഉണ്ട്. പോലീസുകാർ അവരെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കമ്പത്തെ ലോഡ്ജിൽ ജോർജ് സാർ ബെൻസുമായി കണ്ടുമുട്ടുന്നു. അപ്പോൾ ജോർജ് സാർ ബെൻസിനോട് പറയുന്നു, 36 വർഷമായടാ ബെൻസെ ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റുമില്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെയാടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? എന്നെയോ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേല്, ദേ നിന്റെ മുന്നിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയ എന്ന് ജോർജ് സാർ പറയുന്നു. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ ലളിതയെയും മകളെയും SI ബെന്നി ചോദ്യം ചെയ്യുകയാണ്. ലളിത കരഞ്ഞുകൊണ്ട് സാറേ എൻ്റെ മകനെന്ന് പറയുന്നു. അപ്പോൾ ബെന്നി പറയുന്നു, പറയടി, ഇവിടെ കിടന്ന് പെയ്ത് പെറുക്കിയിട്ട് ഒരു കാര്യവുമില്ല. നീയൊക്കെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു, പറയടി എന്ന് പറയുമ്പോൾ ലളിത കരഞ്ഞുകൊണ്ട് ബെന്നിയുടെ കുത്തിന് കയറി പിടിക്കുന്നു. അപ്പോൾ ബെന്നി ലളിതയുടെ കാലിൽ ചവിട്ടിയിട്ട് കൈ പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് പറയുന്നു, ഒറ്റയ്ക്ക് തന്നെയാണോടി കൊന്നത്? ഞങ്ങൾ പറയും, നിങ്ങൾ അനുസരിക്കും. കേട്ടോടി അഴിഞ്ഞാട്ടക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ലളിതയുടെ മുടിക്കുത്തിന് പിടിച്ച് മുഖം ഗ്രില്ലിലിട്ട് ഉരയ്ക്കുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ ഒരുപാട് ജനക്കൂട്ടവും മീഡിയയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ TV-യിൽ ന്യൂസിൽ പറയുന്നു, റാന്നി പവി വധക്കേസിൽ പോലീസിന്റെ നിർണായക നീക്കം. പവിയുടെ അമ്മ ലളിത ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ. അതേസമയം ലോഡ്ജിൽ ജോർജ് സാർ ബെൻസിനോട് പറയുന്നു, നീ അന്ന് മദ്രാസിന്ന് ഏതോ ഒരുത്തൻ ചത്തതിന്റെ പേരിൽ സിനിമയും നിർത്തി നാട്ടിൽ വന്നതും പിന്നെ ആ ചത്ത കിഴവന്റെ ആക്രി കാറിന്റെ കഥ വരെ നീ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പിറകിൽ ഇനിയും കുറെ കഥകൾ നിനക്കും നിന്റെ പെണ്ണുമ്പിള്ളയ്ക്കും പറയാനുണ്ടാകും. അന്ന് നീ നിന്റെ കൂട്ടുകാരനെ റോപ്പിന്ന് തള്ളിയിട്ട് കൊന്നത് അവന്റെ ഭാര്യ പറഞ്ഞിട്ടാണോ ലളിത? അവള് നിന്റെ കാമുകിയായിരുന്നോ? വല്ലവനും ഉണ്ടായ ചക്കരെ ചുവക്കേണ്ട കാര്യമില്ല നിനക്ക്. അപ്പോൾ നിനക്ക് കൊല്ലാം എന്ന് ജോർജ് പറഞ്ഞു തീരും മുൻപേ തന്നെ ചെറ്റത്തരം പറയുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് ബെൻസ് മുന്നിൽ കിടന്ന ടേബിൾ ചവിട്ടി ജോർജ് സാറിനെ ഭിത്തിയുടെ ഇടയിൽ വെച്ച് ഞെരുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസിനെ പറ്റി മീഡിയയോട് സംസാരിക്കുന്നതാണ്. ബോഡി കിട്ടിയ ചാക്കാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായത്. ആ ചാക്കിൽ കണ്ട പാതിമാഞ്ഞ പവിത്രം മിൽസ് എന്ന സ്ഥാപനത്തിന്റെ പേരാണ് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ നിന്നും റാന്നി പെരുന്നാട് സ്റ്റേഷനിലേക്ക് കേസ് ട്രാൻസ്ഫർ ആകുന്നത്. അവിടെ നിന്നും ആ കുടുംബത്തിലേക്ക് കേസന്വേഷണം തുടങ്ങുന്നതും. പിന്നെ മരിച്ച പയ്യൻ ലളിത എന്ന സ്ത്രീയുടെ ആദ്യ ഭർത്താവിന്റെ മകനാണ്. കൂടാതെ സംഭവം നടന്നുവെന്ന് പോലീസ് വിശ്വസിക്കുന്ന അതേ ദിവസം ഷൺമുഖനെയും കാറിനെയും പുരക്കയം ഭാഗത്ത് കണ്ടെന്ന് ഒരു ഈറ്റത്തോട്ടത്തിലെ ഡ്രൈവർ മൊഴി നൽകിയിട്ടുമുണ്ട്. ആ സമയം ലോഡ്ജിൽ ജോർജ് സാർ ബെൻസിനോട് പറയുന്നു, ഇത് ജോർജ് നിനക്ക് വെച്ച കെണിയാടാ എന്ന് പറയുന്നു. അതേസമയം ആ ലോഡ്ജിലേക്ക് ബെൻസിനെ പിടിക്കാൻ പോലീസ് വരുന്നുണ്ട്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ബെന്നി ലളിതയെയും മകളെയും ഒരുപാട് തല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ബെൻസിന്റെ മോളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറയുന്നു, അവളും ചേട്ടനുമായി അവിഹിത ബന്ധമായിരുന്നെന്നും അത് അറിഞ്ഞപ്പോൾ ബെൻസ് മകനെ കൊന്നതാണെന്നും സമ്മതിക്കാൻ പറഞ്ഞുകൊണ്ട് അവരെ തല്ലുകയാണ്. ഇതേ സമയം ലോഡ്ജിൽ ജോർജും ഇതേ കാര്യം ബെൻസിനോട് പറയുന്നു. മോളെ കയറി പിടിച്ചതിന് ചെറുക്കനെ നീ കൊന്നതാണെന്ന് ഞാൻ വരുത്തി തീർക്കുമെന്നും നീ കൂടെ വന്നില്ലെങ്കിൽ നിന്റെ മോളുടെ ജീവിതം ഞാൻ നശിപ്പിക്കുമെന്നും പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ബെൻസ് ജോർജ് സാറിനെ ചാടി ചവിട്ടുന്നു. എന്നിട്ട് പിടിക്കാൻ വന്ന സുധീഷിനെയും ഇടിച്ചിട്ടിട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അപ്പോൾ അവിടെ മുഴുവൻ ബെൻസിനെ പിടിക്കാൻ വന്ന പോലീസാണ്. അവരെല്ലാവരും കൂടി ബെൻസിനെ കീഴ്പ്പെടുത്തുന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന ലളിതയുടെയും മകളുടെയും മുന്നിൽ കൊണ്ടുവന്ന് ബെൻസിനെ ഇരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അപ്പുറത്ത് ജോർജ് സാറിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ബെന്നിയോട് ജോർജ് സാർ പറയുന്നു, ഈ പെണ്ണുങ്ങളെയും കൊച്ചുങ്ങളെയും ഒക്കെ ഉപദ്രവിച്ചതിന് ജോലി പോകുമെന്ന് പറയുന്നു. അപ്പോൾ ബെന്നി പറയുന്നു, നിങ്ങൾ എന്താ ആളെ പൊട്ടനാക്കുവാണോ? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ മീഡിയക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ആ തള്ളയെയും മകളെയും പറ്റി ഇല്ലാ കഥകൾ മുഴുവൻ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോർജ് സാർ പറയുന്നു, ഞാൻ അങ്ങനെ പലതും പറയും. തേഞ്ഞപ്പോൾ ആര് തേഞ്ഞു? സ്വന്തം മകളെ കയറി പിടിച്ച മകനെ രണ്ടാനച്ഛൻ തലക്കടിച്ചു കൊന്നു. അവൻ ആ ശവം ചാക്കിൽ കെട്ടി കാടിന് തിന്നാൻ കൊടുത്തു. കൊന്നാൽ പാവൻ തിന്നാ തീരുമെന്നല്ലേ? നമ്മൾ കൊന്നു, അത് അവൻ അങ്ങ് തിന്നു. ഇത്രയും പറഞ്ഞിട്ട് ജോർജ് സാർ പോകുന്നു. ഇത് കേട്ടുകൊണ്ട് നിന്ന സുധീഷ് ബെന്നിയോട് പറയുന്നു, ആ അകത്ത് കിടക്കുന്ന ബെൻസും നമ്മളും തമ്മിൽ അധികം ദൂരമില്ല സാറേ. അപ്പോൾ ബെന്നി പറയുന്നു, അറിയാടാ, വാലാട്ടി നിന്ന് ശീലിച്ചു പോയി. പിന്നീട് ലളിതയെയും മകളെയും വക്കീൽ വന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് വക്കീൽ ജോർജ് സാറിനോട് പറയുന്നു, ഇമാതിരി നെറുകേടൊന്നും കോടതിയിൽ നിൽക്കില്ലെന്ന്. അപ്പോൾ ജോർജ് സാർ നമ്മുടെ കോടതിയല്ലേ, നോക്കാമെന്ന് പറയുന്നു. പിന്നീട് ബെൻസിനെ കോടതിയിൽ ഹാജരാക്കി 5 ദിവസത്തെ ചോദ്യം ചെയ്യലിന് പോലീസ് കസ്റ്റഡിയിൽ വിടുന്നു. പിന്നീട് കാണിക്കുന്നത് ജോർജ് സാറിന്റെ റിട്ടയർമെന്റ് ചടങ്ങുകളാണ്. എന്നിട്ട് അതിന്റെ ഫംഗ്ഷന്റെ ഭക്ഷണം സുധീഷിന്റെ കയ്യിൽ ബെൻസിന് കൊടുത്തു വിടുന്നു. എന്നാൽ ബെൻസ് അത് കഴിക്കുന്നില്ല. പിന്നീട് ജോർജ് സാർ വന്നിട്ട് ബെന്നിയോട് പറയും, ഇന്ന് രാത്രിയിൽ കോട്ടയം ക്യാമ്പിൽ നിന്ന് 5-6 പോലീസുകാർ നമ്മുടെ സ്റ്റേഷനിൽ വരും, നീ അവിടെ ഉണ്ടാകണം, യൂണിഫോം വേണ്ട എന്ന് പറയുന്നു. സ്റ്റേഷനിൽ വെച്ച് ബെൻസിനെ കൊല്ലാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ബെന്നി
ബെന്നി രാത്രിയിൽ സ്റ്റേഷനിലുള്ള പോലീസുകാരെ എല്ലാം പറഞ്ഞു വിടുന്നു. സുധീഷിനോട് അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസിനെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാൻ പറയുന്നു. അപ്പോൾ സുധീഷിന് കാര്യം ഏതാണ്ട് മനസ്സിലാകുന്നു. സുധീഷ് പോകാനൊരുങ്ങുമ്പോൾ കോട്ടയം ക്യാമ്പിൽ നിന്നുള്ള ആളുകൾ വണ്ടിയിൽ വരുന്നു. എന്നിട്ട് ആ വന്ന പോലീസുകാരും ബെന്നിയും കൂടി ബെൻസിന്റെ അടുത്ത് ചെന്നിട്ട് ബെന്നി പറയുന്നു, നിന്റെ സമയമെടുത്ത് ബെൻസെ, ചാകുന്നതിന് മുന്നേ നിന്റെ മകന് എന്താണ് പറ്റിയെന്ന് കൂടി കേട്ടോ എന്ന് പറയുന്നു. പവിയെ ജോർജ് സാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തലക്കടിച്ച് ശ്വാസം മുട്ടിച്ച് എങ്ങനെയാണ് കൊന്നതെന്ന് പറയുന്നു. എന്നിട്ട് അവർ ബെൻസിനെയും കൊല്ലാൻ ഒരുങ്ങുന്നു. എന്നാൽ ബെൻസ് അവരെയെല്ലാം അടിച്ചൊതുക്കുന്നു. അതേസമയം വനിതാ പോലീസിനെ കൊണ്ടുവിടാൻ പോയ സുധീഷ് പാതി വഴിയിൽ അവരെ കൊണ്ടുവിട്ടതിനു ശേഷം തിരികെ വരുന്നു. വരുമ്പോൾ ബെൻസ് അകത്ത് എല്ലാവരെയും എടുത്തിട്ട് അടിക്കുകയാണ്. എന്നിട്ട് അവസാനം ബെന്നിയെ കൊല്ലാൻ നോക്കുമ്പോൾ സുധീഷ് വന്ന് തടസ്സം പിടിക്കുന്നു. എന്നാൽ ബെൻസ് സുധീഷിനെ ഒന്നും ചെയ്യുന്നില്ല. പകരം സുധീഷിന്റെ കയ്യിൽ ഒരു വിലങ്ങ് വെച്ച് ഒരിടത്തിട്ടിട്ട് ബെന്നിയെ കൊന്ന് വലിച്ചുകൊണ്ടു പോകുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പവിയെ കൊന്ന് തോളയിലിട്ടുകൊണ്ട് ബെന്നി വന്നിട്ട് ബെൻസിന്റെ കാറിന്റെ ഡിക്കി തുറന്നിട്ട് അതിൽ കിടന്ന പവിത്രം ഫ്ലവർ മില്ലിന്റെ ചാക്കിൽ കയറ്റി ഡിക്കിയിലിടുന്നു. പിന്നീട് വീണ്ടും പ്രസന്റ് സിറ്റുവേഷനിലേക്ക് വരികയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബെന്നിയെ കൊന്ന് കാറിന്റെ ഡിക്കിയിലിട്ടുകൊണ്ട് ബെൻസ് കാർ ഓടിച്ചു പോകുന്നതാണ്. അപ്പോഴേക്കും ബെൻസ് രക്ഷപ്പെട്ടതറിഞ്ഞ് പോലീസുകാർ നാലുപാടും അന്വേഷിക്കുകയാണ്. എന്നാൽ ബെൻസിനെ തിരക്കി ജോർജ് സാർ ബെൻസിന്റെ വീട്ടിൽ വരുന്നു. അവിടെ വന്നിട്ട് ലളിതയും മകളെയും ബെൻസ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് തല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ലളിതയെ തല്ലുന്നതിൻ്റെ ഇടയിൽ ജോർജ് സാർ പറയുന്നു, നിന്നെയൊക്കെ തൊട്ടാൽ ഏത് പൂഞ്ഞാറ്റിൽ നിന്നും അവൻ വരുമെന്ന് പറയുന്നു. അപ്പോൾ ലളിത പറയുന്നു, വരും, ഉറപ്പായിട്ടും അവൻ വരുമെന്ന് പറയുന്നു. അപ്പോൾ ജോർജ് സാറിന് SI ബെന്നിയുടെ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നു. എന്നാൽ ജോർജ് സാർ ആ കോൾ എടുത്തപ്പോൾ അത് ബെൻസ് ആയിരുന്നു. അപ്പോൾ ജോർജ് സാർ പറയുന്നു, ബെൻസെ, നീ മര്യാദയ്ക്ക് വന്ന് കീഴടങ്ങ്, നിനക്ക് ചുറ്റും പോലീസാണെന്ന് പറയുന്നു. എന്നാൽ ബെൻസ് അപ്പോൾ ജോർജ് സാറിന്റെ വീട്ടിൽ നിന്നായിരുന്നു വിളിച്ചത്. അപ്പോൾ അവിടെ വീടിനകത്ത് ജോർജ് സാറിന്റെ മകൾ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ബെൻസ് പറയുന്നു, നീ ഈ കളി എവിടെ തുടങ്ങിയോ അവിടുന്ന് തന്നെ ഞാനും തുടങ്ങാം, നിനക്കുമുണ്ടല്ലോ തൊട്ടാൽ നോവുന്ന ഒരു ജീവൻ ഇവിടെ എന്ന് പറയുന്നു. അപ്പോൾ ജോർജ് സാർ പറയുന്നു, ബെൻസെ, നീ എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്, നീ വേണ്ടാത്ത പണിക്ക് ഇറങ്ങരുതെന്ന് പറയുന്നു. എന്നാൽ ബെൻസ് അപ്പോൾ കാൾ കട്ട് ചെയ്യുന്നു. എന്നാൽ ജോർജ് പെട്ടെന്ന് തന്നെ വെപ്രാളം പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ വീട്ടിൽ വന്ന ജോർജ് അവിടെയെല്ലാം ഓടി നടന്ന് തൻ്റെ മകൾ മേരിയെ നോക്കുന്നു. എന്നാൽ അവിടെയെങ്ങും മേരിയെ കാണുന്നില്ല. അപ്പോഴാണ് ബെൻസിൻ്റെ കാറ് അവിടെ കിടക്കുന്നത് ജോർജ് കാണുന്നത്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ടോർച്ച് അടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് ചെല്ലുന്ന ജോർജ് കാർ തുറന്നു നോക്കുമ്പോൾ അതിൽ ബെന്നിയെ കൊന്നു വെച്ചിരിക്കുന്നു. ബെന്നിയുടെ ശവം കണ്ട് പകച്ചു നിന്ന ജോർജിനെ പുറകിലൂടെ വന്ന് ബെൻസ് ചവിട്ടുന്നു. എന്നാൽ വേദന കടിച്ചമർത്തിക്കൊണ്ട് ജോർജ് തൻ്റെ മോൾ എവിടെയെന്ന് ബെൻസിനോട് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിനക്ക് എന്നോടല്ലേ പക, എൻ്റെ മോൾ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബെൻസ് പറയുന്നു, എൻ്റെ മോൻ പോയിടത്തേക്ക് നിന്റെ മോളെയും ഞാൻ പറഞ്ഞയച്ചു എന്ന് പറയുന്നു. പിന്നീട് ആ മഴയത്ത് ബെൻസ് ജോർജിനെ തല്ലി ഒരു പരുവമാക്കുന്നു. അവസാനം ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് തൻ്റെ മകനെ ശ്വാസം മുട്ടിച്ച് കൊന്നതുപോലെ ജോർജിനെയും ശ്വാസം മുട്ടിച്ച് ബെൻസ് കൊല്ലുന്നു. എന്നാൽ അതേസമയം ജോർജിനെ ബെൻസ് കൊല്ലുന്നത് ജോർജിൻ്റെ മകൾ മുകളിലത്തെ നിലയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പവിക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ്. പവിക്ക് 4 വയസ്സുള്ള സമയത്താണ് പവിയുടെ അപ്പ ഫൈറ്റിനിടയിൽ അപകടം പറ്റി മരിക്കുന്നത്. ആ മഴയത്ത് ഒരു കുടയായി വന്നതാണ് ബെൻസ്. ബെൻസിന്റെ സുഹൃത്തായിരുന്നു പവിയുടെ അപ്പ. അങ്ങനെ അന്ന് മുതൽ തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയെയും മകനെയും ബെൻസ് കൂടെ കൂട്ടുന്നു. അങ്ങനെ അവർ കേരളത്തിൽ വരികയും അവിടെ കുടുംബമായി താമസിക്കുകയും ചെയ്യുന്നു. പിന്നീട് കോളേജിൽ പഠിക്കുമ്പോൾ പവിയും മേരിയും തമ്മിൽ ഇഷ്ടത്തിലാകുന്നു. മേരിയുടെ അച്ഛൻ ജോർജ് വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. മേരിയുടെ അമ്മയെ വരെ ജോർജ് ഉപദ്രവിച്ച് കൊന്നതാണ്. കൂടാതെ മേരിയെയും ജോർജ് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഇതെല്ലാം മേരി പവിയോട് പറയുമായിരുന്നു. പവിയും മേരിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നറിഞ്ഞ ജോർജ് മേരിയെ ഒരുപാട് ഉപദ്രവിക്കുന്നു. പിന്നീട് പവിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കൊല്ലുകയാണ് ചെയ്തത്. കൊല്ലുന്നതിന് മുൻപ് ജോർജ് പവിയോട് ചോദിക്കുന്നു, നിനക്ക് പോലീസുകാരൻ്റെ വീട്ടിലെ പെണ്ണിനെ തന്നെ വേണമല്ലേ, എൻ്റെ കുടുംബം ഏതാണെന്ന് നിനക്കറിയാമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പവി പറയുന്നു, താൻ അവളോട് ചെയ്തതൊക്കെ എനിക്കറിയാം, അതൊക്കെ അവളെ കൊണ്ട് പറയിക്കട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോർജ് അവിടെ ഇരുന്ന ഒരു ഹെൽമെറ്റ് വെച്ച് പവിയുടെ തലയ്ക്ക് ഒറ്റ അടി കൊടുക്കുന്നു. അടി കൊണ്ട് താഴെ വീണ പവിയെ പിന്നീട് ജോർജ് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ആ ഡെഡ് ബോഡി ബെൻസിന്റെ വണ്ടിയുടെ ഡിക്കിയിൽ വെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ബെൻസിനെയാണ്. ബെൻസ് ജോർജിന്റെയും ബെന്നിയുടെയും മൃതദേഹവുമായിട്ട് കാട്ടിനുള്ളിൽ ഒരു അരുവിയുടെ അടുത്ത് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ബെൻസിന്റെ വീട്ടിൽ പവിയുടെ മൃതദേഹം കൊണ്ടുവരുന്നത് കാണിക്കുന്നു. അവിടെ എല്ലാവരും അലമുറയിട്ട് കരയുകയാണ്. അപ്പോൾ അവിടേക്ക് മേരിയും വരുന്നുണ്ട്. പൊട്ടിക്കരയുന്ന മേരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലളിത കരയുന്നു. പിന്നീട് കാണിക്കുന്നത് ബെൻസിനെയാണ്. ബെൻസിനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. ബെൻസ് കോടതിയുടെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ കോടതിയുടെ വാതുക്കൽ ലളിതയും മകളും ഒപ്പം മേരിയും നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ബെൻസ് പോലീസുകാരുടെ ഒപ്പം കോടതി വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മീഡിയക്കാരൻ വന്നിട്ട് ബെൻസ്
ബെൻസിനോട് ചോദിക്കുന്നു, താങ്കളാണോ താങ്കളുടെ മകനെ കൊന്നതെന്ന്. അപ്പോൾ ബെൻസ് പറയുന്നു, എൻ്റെ മകനെ ഞാൻ കൊന്നിട്ടില്ല, എൻ്റെ മകനെ കൊന്നവരെ ഞാൻ കൊന്നു എന്ന് പറയുന്നു. ഇത്രയും കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു കഥയുമായിട്ട് ഉടനെ എത്താം.